May the name of the Lord be glorified. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. I really thank God for the wonderful opportunity God has given to me to stand before you with His word. ദൈവത്തിന്റെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുവാനായിട്ട് ലഭിച്ച ഈ അവസരത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. For today's God's word, let us turn our attention to Philippians chapter 4 verse 4. ഇന്നത്തെ വചനത്തിനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിന്റെ 4-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് തിരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. Rejoice in the Lord always. Again I will say rejoice. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. We know this letter is written by Apostle Paul to the Philippians believers. നമുക്കറിയാം ഈ ലേഖനം അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിലുള്ള വിശ്വാസികൾക്ക് എഴുതിയതാണല്ലോ. When he was in the prison, that time he wrote to the believers. അപ്പോസ്തലനായ പൗലോസ് കാരാഗൃഹത്തിലായിരിക്കുന്ന സമയത്താണ് ഈ ലേഖനം എഴുതിയത്. This letter is known as a joyful letter. ഈ ലേഖനം അറിയപ്പെടുന്നത് ഒരു സന്തോഷത്തിന്റെ ലേഖനം എന്നാണ്. Even though he was in prison, in this letter many times he is saying to the believers, rejoice in the Lord. അപ്പോസ്തലനായ പൗലോസിന്റെ സാഹചര്യം താൻ അവിടെ ഒരു കാരാഗൃഹത്തിലായിരുന്നെങ്കിൽ തന്നെയും ആ ഒരു സാഹചര്യത്തെ അപേക്ഷിച്ചും താൻ ഈ ലേഖനത്തിൽ സന്തോഷിക്കുവിൻ എന്ന് പറയുന്നുണ്ട്. Here also Apostle Paul is saying to the believers at Philippi, rejoice in the Lord always. ഇവിടെ ഫിലിപ്പിയിലുള്ള വിശ്വാസികളെ സംബന്ധിച്ചും താൻ പറയുന്നുണ്ട് കർത്താവിൽ സന്തോഷിക്കുവിൻ എന്ന്. Here Paul is wishing or asking them to live a joyful life. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ആ വിശ്വാസികൾ നല്ലൊരു സന്തുഷ്ടമായ കർത്താവിൽ അധിഷ്ഠിതമായി കർത്താവിൽ സന്തോഷിച്ചുകൊണ്ട് ഉള്ള ഒരു ജീവിതം നയിക്കണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ആഗ്രഹിക്കുന്നത്. But if we look in this world, എന്നാൽ നാം ഈ ലോകത്തിൽ നോക്കുകയാണെങ്കിൽ are we living a joyful life? നാം ഒരു സന്തോഷകരമായ ജീവിതമാണോ നയിക്കുന്നത്? In our life we are going through many struggles, many problems. നമ്മുടെ ജീവിതത്തിൽ നാം പല കഷ്ടതകളും വേദനകളിലൂടെയും കടന്നു പോകുമ്പോൾ in the midst of trials, how we can live a joyful life? ആ പ്രതിസന്ധികളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് സന്തോഷിക്കുവാനായിട്ട് സാധിക്കുന്നത്? In this letter itself, Paul is giving some reasons how we can live a joyful life in the midst of problems. അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനത്തിൽ അതിന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് എങ്ങനെ കഷ്ടതകളിലും സന്തോഷമായിരിക്കാമെന്ന്. First thing we can see in Philippians chapter 3 verse 20. അതിന് ആധാരമായി തന്നെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ നമുക്ക് ആദ്യത്തെ പോയിന്റ് കാണുവാനായിട്ട് സാധിക്കും. For our citizenship in heaven, from which we also eagerly wait for the Savior, the Lord Jesus Christ. അവിടെ നമുക്ക് ഇങ്ങനെ വായിക്കുവാനായിട്ട് സാധിക്കും, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. Here Apostle Paul is giving first reason how we can live a joyful life in midst of trials. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് നമുക്ക് എങ്ങനെ കർത്താവിൽ സന്തോഷത്തിലായിരിക്കാം എന്നുള്ളതിനുള്ള ആദ്യ കാരണം പറയുന്നുണ്ട്. Here Paul is saying, if you know that your citizenship in heaven, you can live a joyful life. ഇവിടെ പറയുന്നു, നിങ്ങളുടെ ആ പൗരത്വം സ്വർഗത്തിലാണ്, അതിനാൽ നിങ്ങൾക്ക് സന്തുഷ്ടരായിരിക്കാം. So if you know that our citizenship in heaven, we can live a joyful life. നിങ്ങൾക്ക് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്ന് അറിയാമെങ്കിൽ നമുക്ക് സന്തുഷ്ടരായിരിക്കാൻ സാധിക്കും. This world is not ours. ഈ ലോകം നമുക്കുള്ളതല്ല. This world is like a rent house. ഈ ലോകം നമുക്കൊരു വാടകയ്ക്കെടുത്ത വീട് പോലെയാണ്. But one day we will go to our own house. നാം അതുകൊണ്ട് തന്നെ ഒരു ദിവസം നമ്മുടെ സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിച്ചെല്ലും. That is in heaven. അത് സ്വർഗമാണ്. Luke chapter 10 verse 20, we are reading like this, our names are written in heaven. നമുക്ക് ഇങ്ങനെ ലൂക്കോസ് സുവിശേഷത്തിൽ വായിക്കുവാനായിട്ട് സാധിക്കും, our names are written in heaven. നമ്മുടെ നാമം ആ സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ട്. So while we are living in this world, we may going through many struggles, many problems in our lives. അതുകൊണ്ട് തന്നെ നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് പല കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സഹിച്ചേക്കാം. But one day we will go to our own house. എന്നാൽ ഒരു ദിവസം നാം നമ്മുടെ യഥാർത്ഥമായ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നതായിരിക്കും. No struggles, no problems in our lives. അവിടെ യാതൊരു ബുദ്ധിമുട്ടും യാതൊരു കഷ്ടതകളും ഇല്ല. So if we look into Hebrews chapter 11, നാം എബ്രായ ലേഖനം 11-ാം അധ്യായം നോക്കുമ്പോൾ there we can see many our forefathers. അവിടെ നമുക്ക് പൂർവ്വപിതാക്കന്മാരെ കുറിച്ചുള്ള കാര്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. God promised them. ദൈവം അവർക്ക് നൽകിയ വാഗ്ദത്തം. God gave many promise to them. അവർക്ക് അനേക വാഗ്ദത്തങ്ങൾ ദൈവം നൽകി. But while they were living in this world, no one got the promise. എന്നാൽ അവർ ഈ ലോകത്തിലായിരുന്നപ്പോൾ അവർക്കതൊന്നും നേടുവാനായിട്ട് സാധിച്ചില്ല. But still they were in their faith. എന്നാൽ എന്നിരുന്നാൽ തന്നെയും അവർ ആ വിശ്വാസം നിലനിർത്തി. The reason is they were seeking the heavenly blessings. കാരണം അവർ സ്വർഗീയമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. Even though God promised many promise to them,
അവർക്ക് അനേക അനുഗ്രഹങ്ങൾ വാഗ്ദത്തം ചെയ്തിരുന്നെങ്കിൽ തന്നെയും but they were waiting for the heavenly blessings. അവർ ആ സ്വർഗീയമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. So in our life also we may going through many struggles, many problems. നമ്മുടെ ജീവിതത്തിലും നാം അനേക ബുദ്ധിമുട്ടുകളും കഷ്ടതകളിലൂടെ കടന്നുപോയേക്കാം. But we have to trust in God. എന്നാൽ നമുക്ക് കർത്താവിൽ വിശ്വസിക്കണം. One day he will come and he will take us into his house. ഒരു ദിവസം അവൻ വരും, തന്റെ ഭവനത്തിൽ നമ്മെ ചേർക്കുവാനായിട്ട് ആ കർത്താവ് വരും. So in John chapter 14 verse 2 to 3 we will read John chapter 14 2 to 3. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 14-ാം അധ്യായം 2 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. In my Father's house are many mansions. If it were not so, I would have told you. I go to prepare a place for you. And if I go and prepare a place for you, I will come again and receive you to myself, that where I am, there you may be also. ഇവിടെ നാം ഇങ്ങനെ വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ ലേഖനം 14-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. So here God is promised to us. ഇവിടെ ദൈവത്തിന്റെ ഒരു വാഗ്ദത്തം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. Here we can say, I will come again and receive you to myself. ഇവിടെ നാം വായിക്കുന്നു, ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ ചേർക്കുമെന്ന്. So one day God will come and he will take us. അതിനാൽ തന്നെ ഒരു ദിവസം കർത്താവ് വരും നമ്മളെ ചേർക്കാൻ. In the last song also we sang like this. In this world we have many troubles, but one day he will come and he will take us. നാം അവസാനത്തെ പാട്ടിൽ ഇങ്ങനെ വായിച്ചുവല്ലോ, ഈ ലോകത്തിൽ പല കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ദൈവം നമ്മെ ചേർക്കുവാനായിട്ട് ഒരു ദിവസം വരുമെന്ന്. So here Paul is giving the first reason. If you know that our citizenship in heaven, we can live a joyful life. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഒന്നാമത്തെ കാരണമായിട്ട് പറയുന്നത്, നിങ്ങളുടെ പൗരത്വം സ്വർഗ്ഗത്തിലാണെന്ന് അറിയാമെങ്കിൽ നമുക്ക് സന്തുഷ്ടമായ ഒരു ജീവിതം ജീവിക്കുവാനായിട്ട് സാധിക്കും ഈ ലോകത്തിൽ. And the second thing is we can see in chapter 4 verse 13. രണ്ടാമത്തെ കാര്യം നമുക്ക് ആ 4-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും. I can do all things through Christ who strengthens me. ഇവിടെ നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് സാധിക്കും, കർത്താവിൽ ഏകാഗ്രതയോടെ ഞാൻ 13-ാമത്തെ വാക്യം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. Here Paul is giving second reason. If you know that Christ on who strengthens you, you can live a joyful life. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, നിങ്ങൾക്ക് നമ്മെ ശക്തനാക്കുന്നവൻ കർത്താവാണെന്ന് അറിയാമെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ ഒരു സന്തുഷ്ടമായ ജീവിതം ജീവിക്കുവാനായിട്ട് സാധിക്കും. So in this world we may go through many struggles. Through that struggles we may get weak. നാം ഈ ലോകത്തിലുള്ള കഷ്ടതകൾ കടന്നു പോകുമ്പോൾ നാം പലപ്പോഴും അശക്തരാകാറുണ്ട്. But in that time, if you understand that Christ on who strengthens me, we can live a joyful life. ആ സാഹചര്യത്തിലും നമ്മെ ശക്തനാക്കുന്നവൻ കർത്താവാണെന്ന് നാം ഓർത്താൽ നമുക്ക് ഒരു സന്തോഷത്തോടെ ഇരിക്കുവാനായിട്ട് സാധിക്കും. In the midst of trouble, Paul understood that. That's why he said, I can do all things through Christ who strengthens me. ഇവിടെ അപ്പോസ്തലനായ പൗലോസും ആ കാര്യം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് താൻ ഇവിടെ ഇങ്ങനെ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ ശക്തനാകുമെന്ന്. In Psalms also we can see in Psalm 27:14 David is saying, God is strengthening our hearts. നാം സങ്കീർത്തനം 27-ാം വാക്യത്തിലും ഇങ്ങനെ വായിക്കുന്നു, God strengthens our hearts. നമ്മുടെ ഹൃദയങ്ങളെ കർത്താവ് ശക്തനാക്കുന്നു. In 27:1 we can say God strengthens our life. സങ്കീർത്തനം 27-ന്റെ 1-ാമത്തിലും നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നു എന്ന്. David was an experienced person in his life. He went through many troubles in his life. തന്റെ ദാവീദിനെ നാം നോക്കുകയാണെങ്കിൽ തനിക്ക് ആ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഏറ്റ ഒരു വലിയ ജീവിതം തന്നെയായിരുന്നല്ലോ. His own son tried to kill him. തന്റെ സ്വന്തം പുത്രൻ തന്നെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചു. In the midst of trouble he understood that God is strengthening my life. ആ കഷ്ടതകളിലും താൻ അവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, ആ ദൈവമാണ് എന്റെ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നുവെന്ന്. So in our life also we may going through many problems. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും
നാമും കഷ്ടതകളിലൂടെ കടന്നു പോകുമായിരിക്കാം. We may feel very weak. നാം ആ സാഹചര്യത്തിലെല്ലാം വളരെയധികം അശക്തരായിട്ട് തോന്നാം. But in that time, if you understand that God is God one who strengthens me, we can live a joyful life. എന്നാൽ ആ സാഹചര്യത്തിലും നമ്മെ ശക്തിപ്പെടുത്തുന്നത് കർത്താവാണെന്ന് നാം ഓർത്താൽ അതിൽ മുറുകെ പിടിച്ചാൽ നമുക്ക് സന്തുഷ്ടരായിരിക്കുവാനായിട്ട് സാധിക്കും. So here Paul is giving two reasons how we can live a joyful life. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് നമുക്ക് രണ്ട് കാരണങ്ങൾ നൽകുന്നുണ്ട് എങ്ങനെ നമുക്ക് ആ സന്തുഷ്ടരായിരിക്കാമെന്ന്. First reason is if you know that your citizenship in heaven, we can live a joyful life. ഒന്നാമതായിട്ട് നമ്മുടെ പൗരത്വം ആ സ്വർഗത്തിലാണെന്ന് അറിഞ്ഞാൽ നമുക്ക് ആ സന്തുഷ്ടരായിരിക്കുവാനായിട്ട് സാധിക്കും. Second is if you know that Christ one who strengthens you, we can live a joyful life. രണ്ടാമതായിട്ട് നമ്മെ ശക്തിപ്പെടുത്തുന്നവൻ കർത്താവാണെന്ന് അറിഞ്ഞാൽ നാം സന്തുഷ്ടരായിരിക്കും. So in this world we may going through many problems, many struggles. ഈ ലോകത്തിൽ നാം പല കഷ്ടങ്ങളിലൂടെയും യാതനകളിലൂടെയും കടന്നുപോയേക്കാം. But if we trust in God, we can live a joyful life. എന്നാൽ ആ സാഹചര്യത്തിലെല്ലാം നാം കർത്താവിൽ നമ്മുടെ വിശ്വാസം അർപ്പിച്ചാൽ നമുക്ക് സന്തുഷ്ടരായിരിക്കുവാനായിട്ട് സാധിക്കും. God wants us to live a joyful life. ദൈവത്തിന് നാം ഒരു സന്തോഷത്തോടു കൂടിയുള്ള ഒരു ജീവിതം നയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. So if you understand these things, we can live a joyful life. നാം ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കൊരു സന്തോഷത്തോടുകൂടി ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. God may help us to live a joyful life through this words. God's name be glorified. ദൈവം നമ്മെ ഒരു സന്തോഷത്തോടുള്ള ജീവിതം നയിക്കുവാനായിട്ട് സഹായിക്കട്ടെ. ഈ വചനങ്ങൾ ദൈവത്തിന്റെ നാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ.